വേണ്ടി ഉള്ളൊരു പ്രക്ഷോഭം, 1% വരുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭം അവിടെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആ തെരുവോരങ്ങളിൽ അത് അശാന്തി വിതർന്നു എന്നുള്ളതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരമൊരു സമകാലീന സർവദേശീയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ശാന്തിയുടെ മന്ത്രം ഉരുവിട്ട് സമാധാനത്തിന്റെ സന്ദേശം ജനതയുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ചുകൊണ്ട് കേരളമാകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സഹിഷ്ണുതയുടെ ഒരു മൂർത്തീകരണമായിട്ടുള്ള മതസൗഹാർദ്ദം ഈ കേരള മണ്ണിൽ കാത്തു സൂക്ഷിക്കണം എന്ന ആഗ്രഹം നമ്മോട് പറയുന്ന കാന്തപുരം നിങ്ങളെല്ലാം പറയുന്ന ഉസ്താദ് അദ്ദേഹത്തിന്റെ നേതൃത്വം നടക്കുന്ന ഈ ജാഥ ഈ കൊയിലാണ്ടിയിൽ നൽകിയിട്ടുള്ള ഈ ഒരു സ്വീകരണം ഒരു പൗര സ്വീകരണമായി വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു ജാഥ ജനഹൃദയങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ആ ജാഥയുടെ വിജയം പരിപൂർണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഉയർത്തുന്ന മുദ്രാവാക്യം അത് കായിക പ്രസക്തമാണോ, ജനമനസ്സുകളിലേക്ക് ആ മുദ്രാവാക്യത്തെ എത്തിക്കുവാൻ എത്രത്തോളം നമുക്ക് സാധിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഒരു ജാഥയുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിനകത്തേക്ക് തുളച്ചു കയറുന്ന ഒരു മുദ്രാവാക്യം എന്താ? മാനവികതയെ ഉണർത്താൻ. മാനവികത ഉറങ്ങിപ്പോയോ? മാനവികത ഇന്ന് കേരളത്തിൽ ഉറങ്ങിപ്പോയി എന്ന് മാത്രമല്ല, മാനവികത ഇന്ന് കേരളത്തിൽ ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നു. മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല. മനുഷ്യൻ മൃഗങ്ങളോടുള്ള പെരുമാറ്റം മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. പ്രകൃതിയോടുള്ള പെരുമാറ്റം മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. ജലത്തോടുള്ള പെരുമാറ്റം മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. ആ മനുഷ്യത്വം ഉണർത്തുക, മാനുഷികതയെ ഉണർത്തുക, തട്ടി ഉണർത്തുക എന്നുള്ളതാണ് മുദ്രാവാക്യം. അതുകൊണ്ട് ഈ ജാഥയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. ഈ ജാഥക്ക്, ഈ മുദ്രാവാക്യം ഉയർത്തുന്ന ജാഥക്ക് ഒരൊറ്റ എതിരാളി മാത്രമേ ലോകത്തുള്ളൂ, അത് ഇബ്ലീസാണ്. നല്ലത് ഉപദേശിക്കുകയും നല്ലതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന മുദ്രാവാക്യമാണ് നമ്മുടെ മുദ്രാവാക്യം. അതാണ് നമ്മുടെ പ്രമേയം. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ജനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മതമേതായാലും തമ്മിൽ കലഹിക്കരുതെന്നും മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി കുഴപ്പമുണ്ടാകരുതെന്നും പറയുന്ന ചിന്താഗതി, അതോടൊപ്പം മനുഷ്യനെ വെട്ടിക്കൊന്ന് ചാക്കിലിട്ട് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യനായി ഇവിടുത്തെ മനുഷ്യൻ വളരാൻ പാടില്ല. ഇവിടുത്തെ മനുഷ്യൻ എല്ലാ മതവിഭാഗങ്ങളെയും മതമില്ലാത്തവരെയും മാനുഷിക മൂല്യമെന്ന നിലക്ക് മനുഷ്യനായി കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
സംസ്കാരത്തിൻ മേനിയുടെ കൊലവലിരിടവേ സാമ്രാജ്യഴുകൻ കൊത്തിവലിടും വൈകൃതമേ സംസ്കാരത്തിൻ മേനിയുടെ കൊലവലിരിടവേ സാമ്രാജ്യഴുകൻ കൊത്തിവലിടും വൈകൃതമേ വൈദൃകമുണ്ടി വരുന്നത് നീട്ടിയ ദീപികയേ വൈകരുതാമന തലയിൽ തെളിയണം നന്മതൻ ചന്ദ്രികയെ മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകമിൽ സഹജീവിക്കേണ്ട സുമങ്ങൾ വിളയട്ടെ കേരള യാത്ര കേരള യാത്ര കേരള. നമുക്ക് സന്ദേശയാത്രകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, സന്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ എന്നാണ് എന്നും ആ മാനവികതയാണ് സർവപ്രധാനമായ ചോദകശക്തി എന്നും തിരിച്ചറിയാവുന്ന രീതിയിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം, ഒരു സന്ദേശയാത്ര ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ശാന്തി സുമങ്ങളുമാ കാന്തപുരം വരവാ മാനസഭൂമികളിൽ മേഘുചാരവാ മാനവമോചനകാവ്യം മനമിൽ സാന്ത്വനമന്ത്രം മാനവമോചനകാവ്യം മനമിൽ സാന്ത്വനമന്ത്രം ശാന്തി സുമങ്ങളുമാ കാന്തപുരം വരവാ ും മാനവസ്നേഹഫലം ൂഷരമോടുമറിടണം സലിലം ദേശമിലും മാനവസ്നേഹഫലം കടുത്ത വിത്തുകളടർത്തി മാറ്റിടണം കളിച്ചു മാനവ സൗഹൃദ പൂവനെ പടർത്തുവാൻ ശബദം മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകമിൽ സഹജീവിക്കേണ്ട സുമങ്ങൾ വിളയട്ടെ കേരള യാത്ര കേരള യാത്ര കേരള യാത്ര കേരള യാത്ര ശാന്തി സുമങ്ങളുമായി കാന്തപുരം വരവാ പുരത്തിടും നാമക്രമ ചെയ്തികളറുമാക്കിടണം കരുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം പുരത്തിടും നാമക്രമ ചെയ്തികളറുമാക്കിടണം കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം തീണ്ടിയ ഔഷധം പുരട്ടിടാൻ ശേഷം തിരുത്തണം നാം വർഗീയ ചിന്തകൾ തുടച്ചു മാറ്റിടണം മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകമിൽ സഹജീവിക്കേണ്ട സുമങ്ങൾ വിളയട്ടെ. വൈവിധ്യങ്ങളുടെ കലവറയായ ഈ രാജ്യത്തിലെ മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കുന്ന ഒരു സന്ദേശവുമായി ആ സന്ദേശവും ഏറ്റവും കൂടുതൽ പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സന്ദേശത്തിന്റെ വിജയമായിരിക്കണം നമ്മുടെ സമൂഹത്തിന്റെ പുനഃക്രമീകരണത്തിന്, പുനഃസൃഷ്ടിക്ക്, നമ്മുടെ പുരോഗതിയുടെ അടിസ്ഥാനമായ നിതാന്തം. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും
ഈ യാത്രക്കുണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. കാന്തപുരം വനമോഹത്തിൻ തിമിരമെടുത്തു കളഞ്ഞ ഗുണയനങ്ങൾ സുഖദാഹത്ത മുഖമിലണിഞ്ഞവർ കവചങ്ങൾ വനമോഹത്തിൻ തിമിരമെടുത്തു കളഞ്ഞ ഗുണയനങ്ങൾ സുഖദാഹത്താൽ മുഖമിലണിഞ്ഞവർ കവചങ്ങൾ മണമിലയൂതി. മതസൗഹാർദ്ദത്തിന് മാത്രമേ മനുഷ്യ നന്മയെ ഉയർത്തിപ്പിടിക്കാൻ കഴിയൂ. ഏത് വർഗത്തിൽ ജനിച്ചാലും ഏത് ജാതിയിൽ പിറന്നാലും നമുക്ക് ഒന്നായി നിൽക്കാൻ, മനുഷ്യന്റെ കാഹളം മുഴക്കാൻ, സംഗീതം പോലെ നമ്മുടെ വർത്തമാനങ്ങളൊക്കെ സംഗീതം പോലെ കേൾക്കാൻ ഒരു അവസരമുണ്ടാവട്ടെ. ആ അവസരത്തിലേക്കുള്ള ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. മുഖമിലണിഞ്ഞവർ കവചങ്ങൾ വനമോഹത്തിൻ തിമിരമെടുത്തു കളഞ്ഞ ഹൃദയങ്ങൾ സുഖദാഹത്താൽ മുഖമിലണിഞ്ഞവർ കവചങ്ങൾ മണമിലയൂതിയ നാടകമാടി നിർത്തിടും സമയങ്ങൾ പിണയുമൊരാശ്രുതി. ഇന്ന് മത സാമുദായിക നേതാക്കളെ രാഷ്ട്രീയ ബലപേശലിന് വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതൊരിക്കലും ശരിയല്ല, അതൊരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ആ ബലപേശൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. അങ്ങനെ രാഷ്ട്രീയ ബലപേശലിന് വേണ്ടി മത സാമുദായിക നേതാക്കളെയും കക്ഷികളെയും ഉപയോഗപ്പെടുത്തി ആ ചർച്ച പൊതുജനങ്ങളിലേക്ക് വരെ ഇറക്കിവിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ലോകം നീങ്ങിയാൽ തികച്ചും ഇവിടെ സാമുദായിക സൗഹാർദ്ദം തകരുകയും വർഗീയത വളരുകയും ചെയ്യും എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ കേരള മനസാക്ഷിയെ ഉണർത്താൻ നമ്മുടെ മഹാനായ ഉസ്താദ് അബൂബക്കർ മുസ്ലിയാർ അവകൾ നടത്തുന്ന ഈ കേരള യാത്ര കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ കുലുക്കിവന്ന് കലക്കി മറിച്ചിട്ടുള്ള വിവാദം നിങ്ങൾക്കെല്ലാവരും അറിയുന്ന വിവാദമാണ്. ആ വിവാദം കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് പോറലേൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് കാന്തപുരം ഉസ്താദ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ആദ്യം കേരളത്തിലെ മതസംഘടനകൾ അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ഈ വിഷയത്തിൽ തലയിടാതിരിക്കുക. കാരണം വിഷയം രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കലായിട്ടുള്ള വിഷയമാണ്. അത് നല്ലൊരു നിലപാടാണ് ഉസ്താദ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നേഹദൂതനാണ് ഉസ്താദ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ, ജനങ്ങളെ ഒന്നായി കാണാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹവും സൗഹാർദ്ദവും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഈ ചരിത്രയാത്ര എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം. ഒരു ചരിത്രയാത്രയാണ് ഉസ്താദിന്റെ കേരള യാത്ര എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല.